പിന്നെ നമ്മുടെ മനസ്സിൽ ഞാൻ സഹായിച്ചവരൊക്കെ ഇന്ന് എന്നെ മാമോദീസായിക്ക് തലയെ തൊടിയിച്ചില്ല. ഉറക്കം കിടക്കുന്ന മാമോദീസായിക്ക് എന്നെ കൊണ്ട് തൊടിയിച്ചില്ല. ഇത്തരം വിളക്കങ്ങളൊക്കെ വിട്ട് നിങ്ങളെ ആവശ്യമുള്ളവർ നിങ്ങളെ തേടി വരും. നമ്മുടെ ചില ആളുകൾക്കുണ്ട്, എന്നാലും ഞങ്ങളെ പെരുന്നാളിന് വിളിച്ച് ഞാൻ കൊണ്ടുവരണം എൻ്റെ വേഷം എനിക്കില്ല, എന്നാലും ആ പള്ളി പെരുന്നാളിന് നമ്മളെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്നെയാണ് വിളിക്കാതിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വെറുപ്പ്, വിദ്വേഷം ഇതെല്ലാം മനസ്സിൽ നിന്ന് നമ്മൾ, ഞാൻ ഓർക്കുകയാണ് അച്ഛൻ പറഞ്ഞ തിരുമേനിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് വലിയൊരു അപകടത്തിൽ തന്നെയാണ്. ഞാൻ ഈ തിരുമേനി ചെയ്യുന്നത് പോലെ തന്നെ എഴുതി കൊണ്ടുപോയി കുമ്പസാരിക്കുകയും അങ്ങനെ കുമ്പസാരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായി. അങ്ങനെ ഇരിക്കെ എൻ്റെ കൂടെ പല അച്ഛന്മാരും പല ആളുകളും കേട്ടും കണ്ടും പഠിച്ചുമൊക്കെ പോയി പലരും ഇതുപോലെ എഴുതി ഫോളോ ചെയ്ത് കുമ്പസാരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. നിങ്ങളുടെ ഒരു അച്ഛനെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ട്, നിങ്ങളുടെ അച്ഛനാണോ എന്നറിയാൻ വിളിച്ചത്. ഞാൻ പേരൊക്കെ ചോദിച്ചു, അഡ്രസ്സൊക്കെ ചോദിച്ചു വന്നപ്പോൾ നമ്മുടെ ഒരു അച്ഛനാണ്. ഒരു ജീൻസ് വിട്ട് ഒരു ടീഷർട്ട് വിട്ട് ഞങ്ങൾ പോയതാണ്. പോലീസ് വിളിച്ചു. അതുകൊണ്ട് അച്ഛന്മാർ വളരെ ശ്രദ്ധിച്ചോണം. കഴിവുള്ളിടത്തോളം വെള്ളക്കുപ്പായം ഇട്ട് തൊപ്പിയും വെച്ചേ പോകാൻ പാടുള്ളൂ. തൊപ്പി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുപ്പായം ഊരുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചോണം. ഇതൊരു ജീൻസ് വിട്ട് ടീഷർട്ട് വിട്ടാണ് ഈ അച്ഛൻ പോയത്. എന്തോ ഏതാണ്ട് പ്രശ്നമുണ്ടായി. പ്രശ്നമൊന്നും ഉണ്ടായില്ല. അച്ഛനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പിടിച്ചു. അച്ഛൻ പെരുന്നാളിന് നോട്ടീസ് കൊടുക്കാൻ പോയപ്പോൾ പെരുന്നാളിന് നോട്ടീസ് കൊടുക്കാൻ ജീൻസ് വിട്ട് ഒരു ടീഷർട്ട് ഒക്കെ ഇട്ട് പോയതാണ്. എനിക്ക് കീറുള്ള ജീൻസ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ ഉണ്ടല്ലോ, അതോ ഇനി ജീൻസ് ആയിരുന്നോ അതോ മറ്റേ ഉണ്ടല്ലോ ഈ ജീൻസിൻ്റെ പകുതി പോയത് കാച്ചിട്ട. ഇപ്പം പല അപ്പച്ചന്മാരും അങ്ങനെ കാച്ചിട്ടിട്ട് നടക്കുന്നു. അവരെയായിരുന്നു ഒന്നും അറിയത്തില്ല, അച്ഛന്മാരൊക്കെ ഇടുന്നില്ല. എന്നെ കയറി ചെന്നത് ഒരു ബ്യൂട്ടി പാർലറിൽ ബെല്ലൊന്നും അടിക്കാതെ തള്ളി തുറന്ന് നമുക്ക് കയറി. അതിനകത്ത് ഈ സ്ത്രീകളുടെ കാര്യങ്ങൾ നടക്കുകയല്ലേ. അവരൊരൊറ്റ കാറിച്ചാണ്. ആ സ്ത്രീ അവിടെ കിടന്ന ഇത് ഓണോട് ഒരു കാറിച്ച് വരും. കേട്ടോ ആ മനുഷ്യൻ തെണ്ടിയിലേ വരുന്ന അവിടെ ഒറ്റ കാറിച്ച്. അപ്പോൾ തന്നെ നാട്ടുകാർ വന്ന് അച്ഛനിട്ട് രണ്ടും നടി കൊടുത്തു. അത് കഴിഞ്ഞ് അച്ഛനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അച്ഛനെ മൊത്തം പരിശോധിച്ചു. വല്ല മയക്കുമരുന്നോ വല്ലോ കൊണ്ടുവന്നാണ് നോക്കിയത്. നോക്കിയപ്പോൾ ഒരു പേപ്പർ ഇറങ്ങി. പേപ്പർ വായിച്ചു വരുമ്പോൾ കൊല ചെയ്തിട്ടുണ്ട്, വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, മോഷ്ടിച്ചിട്ടുണ്ട്, കള്ളസാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഉടനെ പോലീസുകാർ ചോദിച്ചു ഇതെന്താണ് ഇത്? എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, എഴുതി വേണം കുമ്പസാരിക്കാൻ. അപ്പം അതുകൊണ്ട് ഞാനിപ്പം സത്യത്തിൽ ഈ ധ്യാന ശുശ്രൂഷയിലൊക്കെ പറയും എഴുതിയാൽ ഉടനെ അച്ഛൻ പറഞ്ഞതുപോലെ കീറി അവിടെ ഇടാനായിട്ട് ഒരു പാത്രം കൂടെ വെച്ചേക്കും. അറിയാതെ പോലും എന്ത് ചെയ്ത് ഈ സാധനം അത് നമ്മൾ ഏറ്റു പറഞ്ഞ ഭാവമാണ്. കൊല ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിച്ച എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. അതാ പുള്ളി ഉദ്ദേശിച്ചത്. മനുഷ്യന് മനസ്സിൽ വെറുപ്പുണ്ടായിട്ടുണ്ട്, പക്ഷെ എഴുതി വെച്ചിരിക്കുന്നത് കൊലപാതകം ചെയ്തിട്ടുണ്ട്. എന്തായാലും ചാനലിൽ വരുന്നതിന് മുമ്പ് ചാനലുകാരെല്ലാം വന്നു. അതിന് മുമ്പ് തന്നെ ഫോൺ ചെയ്ത് ഞാൻ അച്ഛനെ കൊണ്ട് പറഞ്ഞു. അച്ഛൻ ചാനലുകാർക്കെല്ലാം കാപ്പി മേടിച്ചു കൊടുത്ത് പറഞ്ഞു വിട്ടതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞാൻ അച്ഛനെ കൊണ്ടുവന്ന് പിന്നെ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പം അതുകൊണ്ട് നമുക്കൊക്കെ നൽകിയിരിക്കുന്ന യൂണിഫോം സത്യത്തിൽ നമ്മൾ കഴിവുള്ളിടത്തോളം ഉപയോഗിക്കുന്ന എല്ലായിടത്തും നമുക്ക് നല്ലതാണ്. ഒരു കമാൻഡർ ആണെങ്കിൽ നമുക്കറിയാം കമാൻഡറുടെ ഒരു കോർപ്പിസ്കോപ്പാച്ചനാണെങ്കിൽ അച്ഛനെ കിട്ടിയിരിക്കുന്ന ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, ആളുകളെല്ലാം ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ തിരുമേനിയാണെന്ന് ഓർത്ത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ തിരുമേനിമാർക്ക് 2 ലക്ഷണങ്ങളാണോ. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, 4 ലക്ഷണം അച്ഛനുണ്ട്. രണ്ടാമത്തെ ലക്ഷണം ഒരു കളർഫുള്ളായിരിക്കും. അതും അച്ഛൻ്റെ കുപ്പായത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലെ ദൈവം സഭയുടെ ആ പാരമ്പര്യം ഉണർന്നു. അതുകൊണ്ടാണ് സത്യത്തിൽ നിങ്ങൾ അച്ഛനെ ആദരവ് കിട്ടാൻ കാരണം.
അച്ഛൻ അങ്ങനെ നടക്കുന്ന ഒരാളായിരുന്നു. ഇതുവരെയും കുപ്പായില്ലാതെ അച്ഛനെ കണ്ടിട്ടേ ഇല്ല. കുപ്പായില്ലാതെ ഞാൻ കണ്ടിട്ടുള്ള ഏക സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ കുർബാന ചെല്ലുമ്പോൾ കാപ്പ ഇടാൻ നേരത്തിൽ സമയത്ത് മാത്രമേ ഉള്ളൂ. പാൻറ്റിന് അത് വെള്ളപ്പാൻറ്റും വെള്ള ഷർട്ട് വിടും അല്ലേ? അച്ഛനങ്ങനെ കളർപ്പാൻറ്റും നല്ല ഷർട്ട് ഇടാം. വെള്ളപ്പാൻറ്റും വെള്ള ഷർട്ട് വിട്ടാൽ അച്ഛനാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ചെറുപ്പം മുതൽ അച്ഛന്മാരെയൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. അതിനകത്തൊരു വെള്ളപ്പാൻറ്റും ഒരു വെള്ള ഷർട്ടുമാണ്. അങ്ങനെ അവരവർക്ക് കിട്ടിയിരിക്കുന്ന വിളിക്കൊത്ത വിധം നമ്മൾ ജീവിക്കാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും ഇത്രയേ ഉള്ളൂ. നമുക്ക് ദൈവം ഒരു പുതിയ ജീവിതമാണ് റിട്ടയർഡ് ലൈഫ്. ആ റിട്ടയർഡ് ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. നമുക്ക് ജോലിക്കാരെ കിട്ടാനില്ല, ഇങ്ങനെയൊക്കെയുള്ളവർക്ക് കേരളത്തിൽ ഒത്തിരി പ്രശ്നമുണ്ട്. കേരളത്തിലെ പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമൊന്നുമില്ല. പരിഹാരം നമ്മൾ കാണും. നല്ല ലൈഫ് നയിക്കാനായിട്ട് നമ്മൾ പല ഡോക്ടേഴ്സും ഇപ്പോൾ അങ്ങനത്തെ തീരുമാനം എടുത്തിട്ടുണ്ട്. അവരൊക്കെ റിട്ടയർമെൻറ്റ് ഹോമിലേക്ക് മാറി. അപ്പോൾ ഞാനൊരു ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറുടെ കയ്യിൽ ആവശ്യമുണ്ടായിരുന്നു. പറഞ്ഞു, രാവിലെ ഭക്ഷണം ഉണ്ടാക്കണ്ട, പട്ടിക്ക് തീറ്റി കൊടുക്കണ്ട, ഒരു കാര്യവും ചെയ്യണ്ട, നമ്മൾ എക്സർസൈസ് ചെയ്തിട്ട് ഭക്ഷണം നല്ലത് തരും, ഇല്ല കംപ്ലൈൻറ്റ് പറയാം. ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോകും. പോയിട്ട് നേരെ തിരിച്ചു വന്നോടെ ഭാര്യയായിട്ട് വർത്താനം പറഞ്ഞ് വേണമെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. എല്ലാ കാര്യവും അവർ ചെയ്ത് തരും. എന്നായാലും കാശ് മുടക്കാം. കണ്ടോ? അപ്പം നമ്മുടെ സംസ്കാരം കേരളത്തിലേത് മാറുന്ന ക്രമത്തിന് നമ്മൾ ആ പഴയ തേക്ക് തീടി ഞാൻ വെട്ടുകാരെന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ ഉള്ള കാശും കൊണ്ട് ഉള്ള ആയുഷ്കാലം നന്നായി ജീവിക്കുക. മക്കളെ ഉണ്ടാക്കി ജീവിച്ചു. അവർക്ക് ജീവിക്കാനും സമ്പത്തുണ്ടാക്കാനുമുള്ള ഒരു അവസരമെങ്കിലും നിങ്ങൾ കൊടുക്കണം. അതൊരു വലിയ കാര്യമാണ്. നമുക്ക് അവർക്ക് കൊടുക്കാനുള്ളത് നല്ല മാതൃകാപരമായ വാല്യൂ ഉള്ള ജീവിതം കാണിച്ചു കൊടുക്കുക. എൻ്റെ അപ്പനിൽ നിന്ന് എനിക്ക് ആകെപ്പാടെ കിട്ടിയത് പൈസയൊക്കെ കിട്ടിയെങ്കിലും പൈസയൊന്നും എനിക്ക് കിട്ടിയില്ല. അച്ചായൻ റിട്ടയർഡായപ്പോൾ പൈസയൊക്കെ ഗവൺമെൻറ്റൊക്കെ തന്നു. എനിക്ക് ആകെപ്പാടെ കിട്ടിയത് അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നല്ല ജീവിതങ്ങളാണ്. അദ്ദേഹം അന്ത്യോക്യ വിശ്വാസത്തിൻ്റെ ഭയങ്കര കാവൽ പഠനമായിരുന്നു. അന്ന് മീനിടത്ത് ഓർത്തഡോക്സുകാർ മാത്രമുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ അച്ഛൻ പോലീസുകാരനായിരുന്നു. വേറെ ഒരു ശല്യവും ഇല്ലാത്തൊരു പോലീസുകാരൻ. കള്ളന്മാർക്ക് ഇടിക്കുന്ന പോലും ഇല്ലായിരുന്നു. അങ്ങനത്തെ പോലീസുകാരൻ. ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, വല്ലപ്പോഴും രണ്ടെണ്ണായിരിക്കും അടിച്ചു കഴിഞ്ഞാൽ ആ മലയുടെ മേളിൽ നിന്നുണ്ടോ അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൾ വാഴുന്നു. അതുകൊണ്ട് റേഷൻ കടയിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ എന്നെ അവിടുത്തെ റേഷൻ കടക്കാരെ വിളിച്ചിരുന്നത് പാത്രക്കീസ് എന്നാണ്. പാത്രക്കീസ് പക്ഷക്കാരനായതുകൊണ്ട് പാത്രക്കീസ് വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ സത്യത്തിൽ അതുകൊണ്ട് സഭയുടെ അതിങ്ങനെ കേട്ട് പഠിച്ചതുകൊണ്ട് ആരും പ്രേരിപ്പിക്കാതെ ആ വിശ്വാസം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ആ സഭയ്ക്ക് വേണ്ടി ജീവിക്കാൻ എനിക്ക് സാധിക്കും. അതുപോലെ അപ്പം തന്നെ ഒത്തിരി മൂല്യങ്ങൾ എനിക്കുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങളെ കണ്ട് നിങ്ങളിൽ നിന്ന് മാംസം ധരിച്ച കുറേ മൂല്യങ്ങളുമായി അവർക്ക് ഈ ഭൂമിയിൽ ഒരു ദീപം തെളിച്ച് നടക്കുന്നത് പോലെ നടക്കാൻ പറ്റണം. അങ്ങനത്തെ കുറേ മൂല്യങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മക്കൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുക എന്നതിലുപരിയായി ഒരു സമ്പത്തും നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുതേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ രാജ്യം ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അപ്പൻ ആകെപ്പാടെ ജീവിതകാലം മുഴുവൻ 35 വർഷം കൊണ്ട് സമ്പാദിച്ചത്രയാണെന്നറിയോ? 3.5 ലക്ഷം രൂപയാണ്. ആ 3.5 ലക്ഷം രൂപ കിട്ടിയതറിയില്ല. യാതൊരു പണം കൈകാര്യം ചെയ്യാനായിട്ട് അറിയാൻ മേലാത്ത എൻ്റെ അമ്മയുടെയും സാമ്പത്തിക കാര്യങ്ങൾ ഒന്നും കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത അമ്മയുടെ കയ്യിലും അതുപോലെ അതെങ്ങനെയെങ്കിലും ചെലവാക്കി തീർക്കണമെന്ന് മാത്രം ആഗ്രഹമുള്ള ഞങ്ങളുടെ കയ്യിലേക്കാണ് കിട്ടിയത്. ഒരു 2-3